സിനോജെ, നമ്മുടെ റേഷൻ കടക്കാർ സമരം ചെയ്യുന്നു എന്ന് കേട്ടു. തീർച്ചയായിട്ടും അത് ഈ റേഷൻ മേഖലയിലെ പ്രതിസന്ധി ഉണ്ട്. പക്ഷെ മന്ത്രി പറയും പ്രതിസന്ധി ഇല്ല എന്ന് പറയും. ഓൾറെഡി ഈ മാസം വാതിൽപ്പടി സേവനം, അതായത് റേഷൻ കടകളിൽ സാധനം എത്തിക്കുന്ന വിതരണക്കാർ സമരത്തിലാണ്. അവരുമായി ചർച്ച നടത്തി 11 കോടി താൽക്കാലിക ആശ്വാസം നൽകിയെങ്കിലും അവർ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഒരു 10-16 ആളുകൾ മാത്രമാണ് സമരത്തിൽ പിന്മാറിയിട്ടുള്ളൂ. അതിനിടയിലാണ് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് പോകുന്നത്. അവർക്ക് 2 മാസത്തെ വേതന കുടിശ്ശികയുണ്ട്. റേഷൻ വ്യാപാരികൾ മാത്രമല്ല, അവരെ സഹായിക്കുന്ന ആളുകൾ കൂടിയുണ്ട്. കുട്ടികളുടെ ഈ ഫീസ് പോലും, സ്കൂൾ ഫീസ് പോലും അടയ്ക്കാൻ പറ്റാത്ത നിരവധി റേഷൻ വ്യാപാരികൾ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഇത് മാത്രം വരുമാന മാർഗമായ റേഷൻ വ്യാപാരികൾ പ്രതിസന്ധിയിലായിരിക്കും. ഒരു 60 കോടി രൂപയോളമാണ് റേഷൻ വ്യാപാരികൾക്ക് നൽകാനുള്ളത്. അതോടൊപ്പം 2 മാസത്തെ കമ്മീഷൻ. ഇതിപ്പോ 16 ആയല്ലോ ഈ മാസം. ഒരു 60 കോടി രൂപ വരും. അതോടൊപ്പം തന്നെ ഓണക്കാലത്ത് 1000 രൂപ നൽകാമെന്ന് പറഞ്ഞിരുന്നു. എല്ലാ മേഖലയിലും സർക്കാർ ഉത്സവത്തെ കൊടുത്തല്ലോ. ഇവർക്ക് 1000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷേ ഓണം കഴിഞ്ഞ് എത്ര മാസമായി അതും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചൊവ്വാഴ്ച അവർ കടകൾ അടച്ചിരുന്നു. എന്നിട്ടും ഇത് നീണ്ടു പോകണമെങ്കിൽ ജനുവരി മുതൽ അനിശ്ചിതകാല സമരമാണ് പറയുന്നത്. തീയതി 18 18 ഇലക്ഷൻ 19 ആണ് ചൊവ്വാഴ്ച. ഇലക്ഷന്